ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ അമ്മയോട് ചോദിച്ചു, ഒന്ന് ബസ് കയറ്റി വിടുവോ, എനിക്ക് അമ്മൂമ്മയുടെ വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ എന്റെ അമ്മൂമ്മ വീട്ടിലേക്ക് തടത്ത് പോവുകയാണ്. സോറി, അമ്മൂമ്മ വീടല്ല, എന്റെ ചിറ്റയുടെ വീടാണ്. ഇതാണ് എന്റെ ചിറ്റ. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ചിറ്റപ്പൻ. അങ്ങനെ സിനിമ കാണിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയതാ. വന്നപ്പോ പറയാ ടിക്കറ്റ് ഇല്ല. ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ പറയൂ. അത് കഴിഞ്ഞിട്ട് എന്റെ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുന്നു ഞങ്ങളുടെ സ്വന്തം അച്ചുക്കുട്ടൻ. അങ്ങനെ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോ അവൻ ജിമ്മിൽ പോവാന്ന് പറഞ്ഞപ്പോ അവന്റെ കൂടെ ഞാനും നടക്കാനായിട്ട് ഇറങ്ങി. നല്ല മഴയൊക്കെ തോർന്ന് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ഗൗരി. അവളെന്തായാലും നേരത്തെ ജിമ്മിലോട്ട് പോയിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഫാമിലി ഫുൾ ഉണ്ട് ഈ ജിമ്മില് വർക്കൗട്ട് ചെയ്യാനായിട്ട്. എല്ലാരും ഒന്നും എനിക്ക് എടുത്തില്ല, കാരണം നമുക്ക് അങ്ങനെ അവരെല്ലാം എക്സർസൈസ് ചെയ്യല്ലേ, നമ്മൾ ഇടയ്ക്ക് അങ്ങനെ പോയി ഫോട്ടോ എടുക്കുന്ന മോശമല്ലേ. അങ്ങനെ ഇവരെന്തോ എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പോയി, ഞാൻ ഫോണൊക്കെ പിടിച്ചോണ്ടിരുന്നു. എന്നിട്ട് അവര് ഭയങ്കര വർക്കൗട്ടിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു. അതൊക്കെ നോക്കി കുറെ നേരം നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനർ വന്ന് ആളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കണ്ടു. ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ 3 സെറ്റ് 3 സെറ്റ് ഇങ്ങനെയൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെയും വർക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴാട്ടോ കണ്ടത്. അതുപോലെ ഭയങ്കര നല്ല ഇതായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മുടെ ജിമ്മ് പോലല്ല, അവര് നല്ലപോലെ പറഞ്ഞു കൊടുത്ത് കൂടെ നിന്ന് ഈ പിള്ളേർ കൂടെ തന്നെ നിന്ന് എല്ലാം ചെയ്യിപ്പിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് കൊറേ നേരം എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുന്നോന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ അതിനൊന്നും മുതിർന്നില്ല ഗൈസ്, കാരണം എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ കുറെ നേരം ഇങ്ങനെ ജിമ്മൊക്കെ കണ്ട് എല്ലായിടവും നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ പിള്ളേര് ചെയ്യുന്നതൊക്കെ കണ്ടിങ്ങനെ നടന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയേക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് ഞാനൊന്ന് കേറി ഇരുന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ അതിൻ്റെ അകത്ത് വെയിറ്റ് ഇട്ടേക്കുന്നോണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പം സെറ്റ് ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിലും കേറിയില്ല. പിന്നെ ഞാൻ അവിടെ എല്ലാരോടും കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഈ സാധനം ഇതൊക്കെ എന്താന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അതിലൊക്കെ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. ഇതാകുമ്പോ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ അല്ലേ ഉള്ളൂ. ഇതില് കുറെ നേരം ഇരുന്ന് സൈക്കിൾ ചവിട്ടി കളിച്ചോണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരം രസായിരുന്നു. എന്തായാലും ഒരു ദിവസം ബോറടിക്കാതെ എനിക്ക് കിട്ടി. അങ്ങനെ എന്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെ വർക്കൗട്ടും ഒക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് വീട്ടിൽ വന്നപ്പം ഇവിടെ ദേ ഉപ്പും മുളകും ഒക്കെ മാങ്ങ കൂട്ടി എല്ലാം കൂടെ തിന്നുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു മാങ്ങാ പീസും ഒക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഇരുന്നു. ടാറ്റാ ബൈ ബൈ.